നമ്മുടെ കൂടെ നിന്ന് 4 പേര് സ്പെഷ്യലായിട്ട് ചൂണ്ടാൻ വന്നിട്ടുണ്ട്. മീൻ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. മീൻ കിട്ടാൻ അത്രയധികം ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ അവിടേക്കാണ് വന്നില്ല. അപ്പോൾ ഒരാൾ തേപ്പ് കൊണ്ടുവന്ന് കാണിച്ചെടുത്ത് അതേപോലെ തന്നെ ഒരാൾ തേപ്പ് പോണ്. 2 പേരുടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാ. അത് സ്പോട്ടിലേക്ക് ഒന്ന് പോയേക്കാം. വാ. അപ്പോൾ നമ്മളിത് സ്പോട്ടിലേക്ക് പോകേണ്ടിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു പറമ്പ് തന്നെയാണ്. പറമ്പിൻ്റെ സൈഡിലുള്ള ഈ തോട്ടിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ ഓരോരുത്തരുടെ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് മുന്നോട്ട് കയറി എറിയാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല തെങ്ങും തോപ്പാണ് കേട്ടോ. അങ്ങനെ ഞാനും കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫ്രോഗിങ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ബ്രാവോൻ്റെ പുതിയ ആങ്സിയാണിത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഇല്ല, പതുക്കെ ഇട്ടെടുത്ത് ഞാൻ പതുക്കെ കൊടുത്ത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ലൊക്കേഷൻ മാറി രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് വന്നേക്കണം. രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചതുപ്പാണ്. ചതുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ചതുപ്പിൽ അത്യാവശ്യം ചേറും അതേപോലെ തന്നെ ചണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് രണ്ടാമത് കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനുള്ളൊരു സ്ഥലം തന്നെയാണ് ഉണ്ടത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട്. ബ്രാവോൻ്റെ മോൺസ്റ്ററിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മീനെ ഗ്രിപ്പർ ഇടാൻ പോകണം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഒരു മീൻ കിട്ടി നമ്മൾ വലിച്ചു കയറ്റാൻ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രിപ്പർ ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഊരാനുള്ള പ്ലാനിലാണ്. കാരണം വെച്ചാൽ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ നിന്ന് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വളർത്തുവരാനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ പിന്നെ എന്തായാലും നമ്മൾ കൊല്ലിലിടാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാവോൻ്റെ മോൺസ്റ്റർ ഫ്രോഗിലാണ് ഇപ്പോൾ ഈ ബ്രാൽ അടിച്ചിട്ടുള്ളത്. ഫ്രോഗ് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ബ്രാലിൻ്റെ ചേകളെ പൊളിച്ചാണ് നമ്മൾ ഫ്രോഗ് പുറത്തേക്ക് എടുത്തത്. കാരണം അത്രയും നല്ലൊരു ഹുക്കപ്പ് റേഷ്യോ ഉള്ളൊരു ഫ്രോഗ് തന്നെയാണ് ഈ ബ്രാവോൻ്റെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ. ഈ ഒരു ഫ്രോഗിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ചെറിയ മീൻ അടിക്കുകയാണെങ്കിലും വലിയ മീൻ അടിക്കുകയാണെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഉരുപ്പില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പുള്ളൊരു കേസ് തന്നെയാണ് കേട്ടോ. അത്രയും നല്ലൊരു ഹുക്കപ്പ് റേഷ്യോട് കൂടിയാണ് ബ്രാവോ ഈ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനുള്ള തെളിവ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം 10-15 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഫ്രോഗ് നമ്മൾ അതിൻ്റെ വായന എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഫ്രോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക്, അതായത് മീൻ ഉരുപ്പാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാവോൻ്റെ പാണ്ടേമെ, അതായത് ബേബി പാണ്ടേമെ നമ്മുടെ ചേട്ടനടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ ബ്രാലിനെ അടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മീനെ കിട്ടിയിട്ടുള്ളത് നമ്മളിത് കൊല്ലിയിലേക്ക് ഇടാൻ പോവാണ്. കൊല്ലി ഇതിപ്പോൾ രണ്ടാമത്തെ കൊല്ലിയാണ്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കൊല്ലി എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള മറ്റ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ കൊല്ലിയിലേക്ക് നമ്മളിത് ഈ മീനിനെ നമ്മൾ റിലീസ് ചെയ്താൻ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അതിനുശേഷം അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് സനീഷേട്ടന്. അപ്പോൾ ആ മീനിനോട് കയറ്റുകൊണ്ട് അത്യാവശ്യം വെയിറ്റുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്ഥലം കാണാൻ. അങ്ങനെ നമ്മളിത് കിട്ടിയ മീൻ നമ്മളിത് കൊല്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചധികം ലൊക്കേഷൻ നൈസായിട്ട് ചേഞ്ച് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഇഷ്ടം പോലെ ഇതേപോലത്തെ ചെറിയ കുഴികളുണ്ട്. അപ്പോൾ ഈ കുഴികളിൽ എറിഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല മീൻ അടിക്കുന്നതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കുഴികളിലും ട്രൈ ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്നല്ല, എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഒരു മൈൻഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഫിഷിങ് തന്നെയാണ്. ഇതിനെ നമുക്ക് കടത്തി വെട്ടാൻ വേറൊരു ഐറ്റം ഇല്ലെന്ന് തന്നെ പറയാം നമുക്ക്.
അതായത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് വ്യായാമം നടക്കും, അതേപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു ഫുൾ ബോഡി റിലീസിങ് എന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു ഫിഷിങ് കൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് വേറെ ലൊക്കേഷനിലേക്ക് നമ്മൾ കിടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ ലൊക്കേഷൻ മീൻസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ലൊക്കേഷൻ തന്നെ, പക്ഷേ അവിടേക്ക് പോകുന്ന വഴി നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുല്ലൊക്കെ വെട്ടി ഇവർ തന്നെ ഉണ്ടാക്കിയുള്ളൊരു സ്പേസ് ആണ് കേട്ടത്, ഒരു ഹിഡൻ സ്പേസ് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇപ്പം നിങ്ങളെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് പോയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പച്ചപ്പ് പിരിഞ്ഞുള്ള, അതേപോലെ തന്നെ റിസ്ക് കൂടുതലുള്ള സ്ഥലമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇഴജന്തുക്കളുണ്ട്. അപ്പോൾ അതേ എൻ്റെ സ്റ്റിക്ക്, അതേപോലെ തന്നെ അതേ ബ്രാവോൻ്റെ ക്വാറ എന്ന് പറഞ്ഞ ഫ്രോഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിംഗ് ലൊക്കേഷനിലേക്ക് പോകാം. അത്യാവശ്യം മഞ്ഞൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ വെയിലൊക്കെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊറ്റക്ക് ചെയ്ത ഒറ്റക്ക് ചെയ്ത പൊന്നോ അയ്യോ എൻ്റെ മൂനെ റെക്കോർഡിങ് ആണോ? അയ്യോ അയ്യേ റെക്കോർഡിങ് ആണ്. ഓ ഗൈസ്, ബ്രാവോൻ്റെ മോൺസ്റ്ററും കേട്ടോ. രണ്ടാമത്തെ മീൻ നമുക്കിന്ന് കിട്ടുന്നു കേട്ടോ, ബ്രാവോൻ്റെ മോൺസ്റ്ററുമിൽ. നേരത്തെ എന്താ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മീൻ അടിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ഊരിക്കൊണ്ടിരിക്കലേ സലീഷേൻ്റെ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കയറിയില്ല മീൻ. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. പക്ഷേ ആളതിലും വലുത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, അതായത് ഇത് ചതുപ്പ് നിലാണ്. അതേപോലെ തന്നെ ഇവരൊരു ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്പേസും കാര്യങ്ങളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കുറുക്കനും അതേപോലെ തന്നെ നീർനായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരത് തരണം ചെയ്ത് ഇവർ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തുള്ള സ്പേസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെയും അവിടെ നമുക്ക് ചൂണ്ടാൻ അനുവദിക്കുന്നതല്ല. ഈ സംഭവത്തിനെ കുറിച്ച് ഞാൻ ഇവിടുത്തെ ചേട്ടന്മാരത്ത് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ സ്പോട്ടിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. അപ്പോൾ ഇവരുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. കാരണം വെച്ചാൽ ഈ ഒരു ചതുപ്പ് നിലത്തിൽ ഞാൻ താന്നു പോയ ഒരാളാണ്. അപ്പോൾ അറിയാത്ത ഒരാൾക്ക് നമുക്ക് ഒരിക്കലും ഇവിടെ വന്ന് നമുക്ക് ചൂണ്ടാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും റിസ്ക് ഉള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ചേട്ടനാണ്, നമ്മുടെ സുഹൃത്തിൻ്റെ ചേട്ടനാണ്. അപ്പോൾ നമ്മളൊരു ബന്ധത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മളിത് ചൂണ്ടി നമ്മൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ ചേട്ടൻ ഈ ചതുപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചതുപ്പ് മീൻസ് എല്ലായിടത്തും താഴ്ചയുണ്ടെന്നാണ് നമ്മൾ പറയണത്. ചില ഇടങ്ങളിൽ താഴ്ച കൂടുതലാണ്. ഇപ്പോൾ ചേട്ടൻ നിൽക്കുന്ന ഏരിയ വലിയ കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ നീക്കേണ്ടിയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മീനുകൾ പൊന്താനുള്ള നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മീനുകൾ പിറ്റേ ദിവസം നല്ല രീതിക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ അതിനുള്ളൊരു വഴി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ ഇത്തരം ഭാഗം നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഞങ്ങൾക്ക് ഈ മീൻ പിടുത്തത്തിനോടുള്ളൊരു ഭ്രാന്ത് നിങ്ങളേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ അത്രയും റിസ്ക്കും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ പിടുത്തത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് മീൻ കിട്ടാതിരിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചതിന് ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള മീൻ പിടിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹമായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡിയകളും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം പവർകാസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.